മുംബൈയിലെ റിസർവ് ബാങ്ക് ആസ്ഥാനത്തിന് ബോംബ് ഭീഷണി. കെട്ടിടം ബോംബ് വെച്ച് തകർക്കും എന്നാണ് ഭീഷണി സന്ദേശം. ഡൽഹിയിലെ 6 സ്കൂളുകൾക്കും ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിനീത വി.ജി. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? അന്വേഷണം എങ്ങനെ? ഇതെല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്ന് വന്നത് എന്നാണോ സംശയിക്കുന്നത് വിനീത? റിജിത്ത്, ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ റിസർവ് ബാങ്കിനെതിരെയും നേരത്തെയും സമാന രീതിയിൽ ഒരു വ്യാജ സന്ദേശം, ബോംബ് ഭീഷണി സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു. ബോംബ് വെച്ച് തകർക്കുമെന്നാണ് സന്ദേശം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സന്ദേശം റഷ്യൻ ഭാഷയിലുള്ളതാണ്. ഇമെയിലിലൂടെയാണ് സന്ദേശം വന്നിരിക്കുന്നത്. ഈ റിസർവ് ബാങ്ക് ബോംബ് വെച്ച് തകർക്കുമെന്നാണ് സന്ദേശത്തിലുള്ളത്. ഇത് സംബന്ധിച്ച് മുംബൈ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിലെ ഇന്ന് 6 സ്കൂളുകൾക്ക് നേരെയും സമാനമായിട്ടുള്ള സന്ദേശം, ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഈ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ തന്നെ അധികൃതർ പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് രാവിലെയൊക്കെ സ്കൂളിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ തിരികെ മടക്കി അയച്ചു. പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും ബോംബ് സ്ക്വാഡും ഒക്കെ അവിടെ എത്തി പരിശോധനകൾ നടത്തിയെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ഡൽഹിയിലെ 40ഓളം സ്കൂളുകൾക്ക് നേരെയും സമാനമായിട്ടുള്ള വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അവിടെയും പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സന്ദേശം സംബന്ധിച്ച നേരത്തെയും ഈ വിമാനങ്ങൾക്കൊക്കെ നേരെ സന്ദേശങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വ്യത്യസ്ത ആളുകളിൽ നിന്നാണ് വരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അന്വേഷണം അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് കൂടുതൽ തരത്തിലേക്ക് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. വിനീത വി.ജി. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.